ഹായ് ഗൈസ്, ഞാനിത് പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആകെ 5 വീഡിയോസോ എന്തോ ഞാൻ ഇട്ടിട്ടുള്ളൂ എൻ്റെ ചാനലിൽ. അതിലെനിക്ക് ലാസ്റ്റ് വീഡിയോയിൽ എനിക്ക് ഒരുപാട് മെയിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേരളത്തിലെ ഏജൻസികളെ കുറിച്ചായിരുന്നു. അപ്പോൾ അതിലെ ഡൗട്ട്സ് ചോദിച്ചിട്ടും അല്ലെങ്കിൽ ഇതുപോലെ പൈസ എന്നെപ്പോലെ തന്നെ പറ്റിക്കപ്പെട്ട് ഒരുപാട് കാശ് പോയിട്ടുള്ള ആൾക്കാരൊക്കെ എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും പറയുന്ന എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ വളരെയധികം നമ്മൾ അലേർട്ടായിട്ടിരിക്കണം. കാരണം ഈ എന്താ പറയുക, മുട്ടിന് നമുക്ക് ഏജൻസികൾ ഇപ്പോൾ കൂൺ പോലെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ഒരു 6 മാസത്തേക്കാണെങ്കിലും ഒരു 2-3 ലക്ഷം ആർക്കെങ്കിലും മറിക്കാൻ കിട്ടിയാൽ അത് ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വെറുതെ ഇരുന്ന് നമുക്ക് കിട്ടുന്നതല്ല. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു സാധാരണ കുടുംബത്തിലൊരു പാവപ്പെട്ട അച്ഛനമ്മയുടെ മകളായിട്ട് ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ജനിക്കുമ്പോൾ പാവപ്പെട്ട ഒരു വീട്ടിലാണ് ജനിച്ചത് എന്നുള്ളത് ഓക്കെ. പക്ഷേ ഞാൻ വളർന്നു കഴിഞ്ഞിട്ടും ഞാൻ സ്വയം പര്യാപ്തയായിട്ടും അല്ലെങ്കിൽ എനിക്ക് പ്രായപൂർത്തിയായിട്ടും എനിക്ക് ജോലിക്ക് പോകാനുള്ള സമയമായിട്ടും എൻ്റെ വീട്ടുകാർ, എൻ്റെ അച്ഛനും അമ്മയും അപ്പോഴും പാവപ്പെട്ടവരായിട്ട് ജീവിച്ച് മരിക്കുകയാണെങ്കിൽ അതിൽ ഞാൻ തന്നെയാണ് കാരണക്കാരി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ ജനിച്ചതും മരിക്കുന്നതും പാവപ്പെട്ടവളായിട്ട് പാടില്ല എന്നുള്ളൊരു ഉറപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാശി എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് മാത്രമാണ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പറയുക, എനിക്ക് എൻ്റെ ചെറുപ്പം മുതലേ ഉള്ള സ്വപ്നമാണ് യൂറോപ്യൻ കൺട്രിയിലേക്ക് വരിക എന്നുള്ളത്. എപ്പോഴും എൻ്റെ മനസ്സിൽ കയറി കൂടിയൊരു സ്വപ്നമാണ്. ആ സ്വപ്നം കാശില്ലാത്തത് കൊണ്ട് മാത്രം വീട്ടിൽ പറയുമ്പോൾ അച്ഛനമ്മയും പറയും, നമ്മളിൽ എവിടെ നിന്ന് ഇനി മാത്രം കാശെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ സ്വപ്നം ഉപേക്ഷിക്കും. പക്ഷേ വലുതായി വരുന്നതനുസരിച്ച് നമുക്കത് കുറേയും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളതായി, അല്ലെങ്കിൽ കുറേയും കൂടെ കാര്യങ്ങൾ നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല, ഇതുപോലെ തന്നെ ഇപ്പോൾ എനിക്കൊരു ജോലി ഉണ്ടെങ്കിൽ പോലും ആ അവസ്ഥയിൽ നിന്ന് വലിയൊരു കരകയറ്റം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ തന്നെ എൻ്റെ കോൺഫിഡൻസിൻ്റെ പുറത്ത് മാത്രം, അല്ലെങ്കിൽ ഞാൻ സ്ട്രഗിൾ ചെയ്ത്, അല്ലെങ്കിൽ വേറൊരു വാക്ക് പറയാം, റിസ്ക് എന്ന് പറയുന്നത് തന്നെ, അത്രയും റിസ്ക് എടുത്ത് അത്രയും ഫണ്ട് ഇറക്കി ഞാൻ കയറി പോരുക തന്നെ ചെയ്യുന്നുള്ള വാശിയിൽ തന്നെയാണ് ഞാൻ വന്നത്. ഞാനിപ്പോൾ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ റിസ്ക് എടുത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. റിസ്ക് എടുക്കാതെ ആർക്കും ഒന്നും നേടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, ഞാനും ഇതുപോലെ ഒരുപാട് ഏജൻസികൾക്ക് കൊണ്ടുപോയി പൈസ കൊടുത്ത് എൻ്റെയും കുറേ കാശ്, പക്ഷേ എന്തോ ഭാഗ്യത്തിന് തിരിച്ച് കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രം. കാരണം ഇവരുടെയൊക്കെ ഒരു ഐഡിയയും അത് തന്നെയാണ്. അതായത് നമ്മൾ കൊണ്ടുപോയി ഇവർ ചോദിക്കുന്ന ഫണ്ട് നമ്മൾ പോകുക എന്നുള്ള സ്വപ്നത്തിൻ്റെ പുറത്ത് നമ്മൾ ഇവർക്ക് കൊണ്ട് ഇവർ പറയുന്ന പൈസ 3 ലക്ഷം 4 ലക്ഷമൊക്കെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. പക്ഷേ ഇവരുടെ മനസ്സിലും പ്ലാൻ ഇത് തന്നെയായിരിക്കും, ഒരു 4-5 മാസം മറയ്ക്കാനൊരു ഫണ്ട് എന്നുള്ള രീതിക്ക് തന്നെയായിരിക്കും ചിലപ്പോൾ ഇവർക്കും ഈ ഫണ്ട് ഇവർ യൂസ് ചെയ്യുന്നത്. പ്രൊസീജിയേഴ്സ് ഒന്നും ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല. നമുക്കും പറഞ്ഞ സമയം കഴിയുമ്പോൾ നമ്മൾ ഫണ്ട് തിരിച്ച് ചോദിക്കും. ചില ആൾക്കാർ നമ്മൾ പോലീസും കേസായിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ തിരിച്ച് നമുക്ക് ആ സമയത്ത് തന്നെ തരും. ചില ആൾക്കാർ 50,000, 30,000, 20,000 അങ്ങനെ. ഞാൻ കൊടുത്തിട്ടുള്ള എല്ലാ ഏജൻസിയിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ളത് മുഴുവൻ അങ്ങനെയാണ്. അതായത് ഒറ്റയടിക്ക് ഞാൻ കൊടുത്ത ഫണ്ട് എനിക്ക് അവർ തന്നിട്ടില്ല. അവർ തന്നിട്ടുള്ളത് മുഴുവനും ആദ്യം ഒരു 30 തരും, പിന്നെ ചോദിച്ച് പുറടക്കുമ്പോൾ പിന്നെ ഒരു 30 തരും, പിന്നെയും ചോദിച്ച് പുറടക്കുമ്പോൾ ഒരു 50 തരും. അങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതും ചോദിച്ച് ഭീഷണിപ്പെടുത്തി അങ്ങനെയൊക്കെയാണ് എനിക്ക് പൈസ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ അലേർട്ടായിട്ടിരിക്കുക. പോകുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഏജൻസിയെ നമ്മൾ നോക്കുമ്പോൾ അത് ഒന്നില്ലെങ്കിൽ നമുക്ക് മുന്നേ പോയിട്ടുള്ള നമുക്ക് പരിചയമുള്ള ആരെങ്കിലും പോയിട്ടുള്ള ഏജൻസികളും നമ്മൾ കോൺടാക്ട് ചെയ്യുക. അതാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടാവും. അതുമല്ലെങ്കിൽ നമ്മൾ വലിയ വലിയ ഏജൻസികൾ, ഇപ്പോൾ വളരെ പോപ്പുലറായിട്ടുള്ള ഏജൻസികളുണ്ടാവും. പക്ഷേ പാവപ്പെട്ട, അതായത് ഒരു മീഡിയം, ഇപ്പം എന്നെപ്പോലെ ഫണ്ടില്ലാതെ വട്ടം കറങ്ങി യൂറോപ്പിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പക്ഷേ ഇത് വലിയ ഏജൻസികളൊന്നും നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഫണ്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ആരെങ്കിലും പോയിട്ടുള്ളതോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഉറപ്പിച്ചിട്ട് മാത്രം നമ്മൾ ഫണ്ട് കൊടുക്കുക. അതുപോലെ തന്നെ തുടക്കത്തിലെ നമ്മൾ ഫുള്ളായിട്ടുള്ള ഫണ്ട് കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. അവർ പറയുന്ന 6 ലക്ഷം 7 ലക്ഷം തുടക്കത്തിൽ നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. പ്രോസസ്സിങ്ങിന് ഒരിക്കലും അത്രയും ഫണ്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രോസസ്സിങ്ങിനുള്ള ഫണ്ട് മാത്രം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വിസ കൈ കിട്ടിയിട്ട് നമ്മൾ ബാക്കി ഫണ്ട് കൊടുക്കുക. നമ്മൾ അവരെയും പറ്റിക്കാൻ പാടില്ലല്ലോ. വിസ കൈ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള ഫണ്ട് നമ്മൾ സെറ്റിൽ ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഫണ്ട് കൊടുത്തു കഴിഞ്ഞ ഒരു ദിവസം പോലും നമുക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഏജൻസികൾക്ക് ഫണ്ട് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഇപ്പം എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ലാസ്റ്റ് വീഡിയോയിൽ. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് 8.5 മണിക്കൂറാണ് എനിക്ക് ഡ്യൂട്ടി ടൈം ഉള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ എക്സ്ട്രാ ഡ്യൂട്ടി ടൈം എടുത്ത് എക്സ്ട്രാ ഏൺ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് എക്സ്ട്രാ ടൈം എടുത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ അങ്ങനെ പറ്റും.
അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ടൈം എടുത്ത് ഇപ്പോൾ ഞാൻ 12 മണിക്കൂർ വരെയൊക്കെ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ വന്ന് കഴിയുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ കിടന്നുറങ്ങും. അല്ലെങ്കിൽ കിട്ടുന്ന ടൈമിലാണ് ഞാൻ ഈ മെയിലിന് റിപ്ലൈ അയക്കുന്നതും അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ചെയ്യുന്നതും എല്ലാം നമുക്ക് ഓക്കെ ആയിട്ടിരിക്കുന്ന സമയങ്ങളിലാണ് ഞാൻ ചെയ്യുന്നത്. എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിക്കെല്ലാം ഞാൻ എല്ലാ മെയിലിനും കമൻസിനും റിപ്ലൈ ഇടാൻ നോക്കുന്നുണ്ട്. എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടവർ ഈ പറഞ്ഞ പോലെ കമൻറ്റ് ഇടുകയോ മെയിൽ ഇടുകയോ ചെയ്യുക. മെയിൽ അയക്കുകയോ ചെയ്താൽ ഞാൻ ഉറപ്പായിട്ടും കുറച്ച് വൈകിയാണെങ്കിലും ഒരു ദിവസം വൈകിയാണെങ്കിൽ പോലും ഞാൻ മെയിലിന് റിപ്ലൈ അയക്കുന്നതാണ്. ഓക്കെ, ബൈ.